ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട മലബാർ ഇറച്ചിപ്പത്തിരിയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ മസാല റെഡിയാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് വലുത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളെ മസാലകളെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലതുപോലെ എല്ലാം കൂടി നല്ല മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഒന്ന് മിക്സിയിൽ ക്രഷാക്കി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് പത്തിരിയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദോശയാക്കി ചുട്ടെടുത്തതാണ്. അതിനായിട്ട് 1 കപ്പ് മൈദയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 കപ്പ് പാലും 1 കോഴിമുട്ടയും ചേർത്ത് കട്ടകളില്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശയായി ഇത് ചുട്ടെടുക്കാം. 6 ദോശയാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 3 കോഴിമുട്ട കൂടി ആവശ്യമായിട്ടുണ്ട്. എന്നിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1/4 കപ്പോളം പാലൊഴിച്ച് കൊടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1 നുള്ള് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുത്ത് ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് തേച്ച് കൊടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച ദോശ, മൈദാ ദോശ കോഴിമുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം പാനിലോട്ട് വെച്ച് കൊടുക്കാം. മൈദാ ദോശ വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് അതിൻ്റെ മുകളിൽ വിതറിക്കൊടുത്ത് ഓരോ ദോശയും അങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ചുട്ടെടുത്ത ദോശയും മസാലയും എല്ലാം ഓരോന്നായിട്ട് അടുക്കി വെച്ചുകൊണ്ട് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പഴയ ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച കോഴിമുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഇറച്ചിപ്പത്തിരി നല്ലതുപോലെ പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.